മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ വിരുന്ന്, രസകരമായ സംസാരങ്ങളും മാധുര്യമുള്ള ഉപദേശങ്ങളും തിരുവചനങ്ങളൊക്കെ ആയിട്ട് ഈ സ്വർഗീയ വിരുന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൽ ഒത്തിരി സന്തോഷം. നമുക്ക് ഇന്നത്തെ നമ്മളൊപ്പം ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട ജോർജേട്ടനാണ്. ജോർജേട്ടനെ സ്നേഹപൂർവ്വം മധുരമൊഴി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പം ഉള്ള കുടുംബം എറണാകുളത്തു നിന്നുള്ള ജോസിയേട്ടനും നിമി ചേച്ചിയുമാണ്. ഇവർ ഏഞ്ചൽസ് ആർമിയുടെ ആദ്യകാലം മുതലുള്ള ആൾക്കാരാണ്. ജോസിയേട്ടൻ പ്രത്യേകമായിട്ട് ഏഞ്ചൽസ് ആർമിയുടെ പ്രോഗ്രാം കോർഡിനേറ്ററൊക്കെയാണ്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം മധുരമൊഴിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരിക്കൽ ഒരു കുട്ടി അവൻ്റെ അപ്പാപ്പനോട് ചോദിക്കുകയാണ്, അപ്പാപ്പനൊന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, പത്രത്തിലെ വിലവിവരപ്പട്ടിക വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പാപ്പനോട് പറയുകയാണ്, കുരുമുളകിനൊക്കെ വല്ലാത്ത വില ഇടിവാണ് കേട്ടോ. അങ്ങനെ ഓരോ വില പറഞ്ഞ് കൊച്ചു കുറേ നേരം നോക്കിയിരിക്കുന്നു. അവസാനം കൊച്ചു ചോദിച്ചു, അപ്പോൾ നമ്മുടെ വില എന്താ? കൊച്ചിന് ആകാംക്ഷ, എല്ലാത്തിനും വില പറയുന്നുണ്ട്, നമ്മുടെ വില മാത്രം പറയുന്നില്ല. അപ്പാപ്പൻ അടുക്കളയിൽ പോയി അകത്ത് പോയിട്ട് ഒരു നല്ലൊരു കല്ലെടുത്തുകൊണ്ട് വന്നു. ഒരു കുഞ്ഞൊരു കല്ലെടുത്തുകൊണ്ട് വന്നിട്ട് കൊച്ചിന് കൊടുത്തു. മോനിത് കൊണ്ടുപോയിട്ട് അടുത്തിരിക്കുന്ന ചന്ത വരെ പോയി കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ വില എത്രയാണെന്ന് ചോദിച്ചാൽ മോൻ ഇങ്ങനെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു, രണ്ടെന്ന് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ കുഞ്ഞ് ഈ കല്ലുമായിട്ട് നേരെ പോയി. അപ്പം പറഞ്ഞ ആ ചന്തയുടെ കോർണറിലുള്ള ഒരു മീൻ വിൽക്കുന്ന ചേച്ചിയുണ്ട്, ആ ചേച്ചിയെ കൊണ്ട് കൊടുത്തു. ചേച്ചി പറഞ്ഞാൽ നല്ല കല്ലാണല്ലോ, ഇത് ഞാൻ എൻ്റെ പൂന്തോട്ടത്തിൽ കൊണ്ട് വെച്ചോളാം, മോൻ എത്ര രൂപ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ കൊച്ചിങ്ങനെ കാണിച്ചു. ചേച്ചി 20 രൂപയാണല്ലേ. ചേച്ചി 20 രൂപ എടുക്കാൻ പോയ സമയത്ത് കൊച്ചു കല്ലുമായിട്ട് തിരിച്ചു ഓടി. അപ്പാപ്പനെന്ന് പറഞ്ഞു, പാപ്പ ചേച്ചി 20 രൂപ തരാമെന്ന് പറഞ്ഞു, ഞാൻ കൊടുത്തേക്കട്ടെ എന്ന് ചോദിച്ചു. കൊച്ചിന് ഭയങ്കര സന്തോഷം, 20 രൂപ കിട്ടുമല്ലോ. അപ്പോൾ പറഞ്ഞു, വേണ്ട, ഇപ്പം നീ കൊടുക്കണ്ട, നീ അങ്ങേ കോർണറിലുള്ള ആ കടയിൽ ആ അങ്കിളുടെ കടയിൽ കൊണ്ട് കൊടുത്തിട്ട് എത്ര രൂപ ചുമ്മാ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഈ കൊച്ച് ഓടി ചെന്നിട്ട് പലചരക്കടയാണ്, പലചരക്കടയിൽ അച്ചായൻ്റെ കൊണ്ട് ഈ കല്ല് കൊടുത്തു. കല്ല് കൊടുത്തപ്പോൾ കൊച്ചു തോന്നുന്നു, നല്ല കല്ലാണല്ലോ, മോൻ എനിക്ക് തരുമോ? മോൻ അച്ചായന് ഇത് ഷോക്കേസ് വെക്കാൻ വേണ്ടിയാണ്, വീട്ടിൽ ഷോക്കേസ് വെക്കാൻ വേണ്ടി. എത്ര രൂപ വേണം മോന്? കൊച്ചി ഇങ്ങനെ വീണ്ടും രണ്ടെന്ന് കാണിച്ചു. അപ്പം പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ പുള്ളി 200 രൂപയാണല്ലേ. പുള്ളി 200 രൂപ എടുക്കാൻ വേണ്ടി കുരിയാൻ നേരത്ത് കൊച്ചു വീണ്ടും വീട്ടിലേക്ക് ഓടി. എന്നിട്ട് പറയാണ്, അപ്പ 200 രൂപ തരാമെന്ന് പറഞ്ഞു, ഞാൻ കൊടുത്തേക്കട്ടെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, വേണ്ട ഇപ്പം കൊടുക്കണ്ട, നീ ആ നടുക്കിരിക്കുന്ന ആ കടയിൽ കൊടുക്കാൻ പറഞ്ഞു. ഇവൻ ഓടിച്ചപ്പോൾ അതൊരു സ്വർണ്ണക്കടയാണ്. സ്വർണ്ണക്കട നിന്നിട്ട് ആ സ്വർണ്ണക്കട വിൽക്കുന്ന ചേട്ടൻ്റെ കൊണ്ട്, സ്വർണ്ണം വിൽക്കുന്ന ചേട്ടനെ കൊണ്ട് ഈ കല്ല് കൊടുത്തു. ഈ കല്ല് കൊടുത്തിട്ട് ആ പുള്ളി എടുത്ത് നന്നിട്ട് കുറച്ച് നോക്കി. അപ്പോൾ എത്ര രൂപ വേണമെന്ന് ചോദിച്ചു. കൊച്ചു വീണ്ടും ഇങ്ങനെ കാണിച്ചു. 2 ലക്ഷം രൂപ വേണമല്ലേ, ഉറപ്പായിട്ടും തരാമെന്ന് പറഞ്ഞു. കൊച്ചു ഞെട്ടിപ്പോയി. കൊച്ചു തിരിച്ച് വീട്ടിലേക്ക് ഓടി. വീട്ടിൽ തിരിച്ച് അച്ഛൻ 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ ഇതെന്താണെന്നറിയാമോ, ഇത് നല്ലൊരു ഡയമണ്ടാണ്, നല്ല ഡയമണ്ട് കല്ലാണ്. ഇതിൻ്റെ വില ആ സ്വർണ്ണ വ്യാപാരിക്ക് മാത്രമേ അറിയാവുള്ളൂ. മീൻ വിൽക്കുന്ന ചേച്ചിക്ക് ഇത് സംബന്ധിച്ച് വെറും ഒരു കല്ല, അല്ലെ പച്ചക്കറി കടയിരിക്കുന്ന ചേട്ടത് വേറൊരു കല്ല. പക്ഷേ സ്വർണ്ണ വ്യാപാരിക്ക് അറിയാം ഇത് ഡയമണ്ടാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വില. നമ്മുടെ ജീവിതത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ജീവിതം എങ്ങനെ ക്വാളിറ്റിയോടെ കാണിച്ചു കൊടുക്കുന്നു, അതാണ് സ്വർഗം, ദൈവം നമുക്കിട്ടിരിക്കുന്ന വില. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ മധുരമൊഴി സംസാര വിഷയം തന്നെയാണ് യുണീക്നെസ്. നമ്മുടെ എല്ലാവരും വ്യതിരക്തത, ഓരോ ജീവിതങ്ങളുടെയും ഓരോ കുടുംബങ്ങളുടെയും ഓരോ മക്കളുടെയും യുണീക്നെസ്. ആ യുണീക്നെസ് അനുസരിച്ച് എങ്ങനെ ഒരു കുടുംബത്തെ, അങ്ങനെ മക്കളെ എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ മധുരമൊഴിയിലെ സംസാര വിഷയം. അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഒരുപക്ഷെ മധുരമൊഴിയുടെ പ്രേക്ഷകർ ഈ കുടുംബത്തെ ഓർക്കുന്നുണ്ടായിരിക്കും. പണ്ടൊരിക്കലും മധുരമൊഴിയുടെ ആദ്യ സമയങ്ങളിൽ എപ്പിസോഡിൽ ജോസേട്ടൻ നിമി ചേച്ചി ഇവിടെ വന്നതാണ്. അവർ ജോഷുവ എന്ന് പറയുന്ന കുഞ്ഞുമായിട്ട്, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുഞ്ഞിനെയൊക്കെ ആയിട്ട് വന്ന് എങ്ങനെ ദൈവം കൊടുത്ത വ്യത്യസ്തരായ കുഞ്ഞുങ്ങളെ മനോഹരമായിട്ട് സ്വർഗത്തിൽ നേറ്റുവാങ്ങി ഈ ഭൂമിയിൽ സന്തോഷത്തോടെ വളർത്താമെന്ന് മനോഹരമായി നമുക്ക് പറഞ്ഞു തന്ന. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ എപ്പിസോഡിൽ വീണ്ടും വരെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തെ എങ്ങനെ യുണീക്കായൊരു കുടുംബം, വളരെ വ്യതിരക്തമായ വളരെ അനന്യമായൊരു കുടുംബം, അതിലുണ്ടായ മക്കളെല്ലാം വ്യത്യസ്തർ, എങ്ങനെയാണ് ഈ വ്യത്യസ്തത നിങ്ങൾ ആഘോഷിക്കുകയും ആനന്ദിക്കുകയൊക്കെ ചെയ്യുന്നത്? നിമ്മി എൻ്റെ ലൈഫിലേക്ക് കിട്ടിയ സമയങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണ്. എന്തുമാത്രം ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, ഇന്ന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 26 വർഷമായി. വർഷങ്ങളിങ്ങനെ സോറി 26 ആയിട്ടില്ല, 22 കൂട്ടി പറയല്ലേ, 22 വർഷമായി. അപ്പോൾ 22 വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ വലിയൊരു മനോഹാരിത ഞാൻ കാണുന്നു. കാര്യം ഞാൻ എൻ്റെ കല്യാണം ആലോചിച്ച സമയത്ത് തീർച്ചയായിട്ടും ആ സമയത്ത് ഞാൻ ജീസസ് യൂത്തിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഫുൾ ടൈമറൊക്കെ ആയിരുന്നു. ഞാൻ ഈ കോഴിക്കോടായിരുന്നു ഫുൾ ടൈമറായിട്ട് കമ്മിറ്റ്മെൻ്റ് ഒക്കെ എടുത്തിരുന്നത്. ഇവിടെ കോഴിക്കോട് എനിക്ക് ഇട്ട ഒരു നിക് നെയിം തന്നെ ആക്ഷൻ ജോസ് എന്നാണ്. ഈ ആക്ഷൻ ഹീറോ ബൈ എന്നൊക്കെ പറയുന്നത് ആക്ഷൻ ബൈ വേറൊന്നുമല്ല, നമ്മൾ ഭയങ്കര പാട്ടും ആക്ഷൻ സോങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ തകർത്ത് സെലിബ്രേറ്റ് ആയിട്ട് എല്ലാ ഗ്രൂപ്പുകളിലും പോയിട്ട് എല്ലാവരും ആക്ഷൻ സോങ് പഠിപ്പിക്കുക, പാട്ട് പഠിപ്പിക്കുക, സംഭവങ്ങളൊക്കെ. തീർച്ചയായിട്ടും വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം, കെട്ടുന്ന പെണ്ണ്
ഞാൻ പാടുന്ന പോലെ നല്ലപോലെ പാട്ട് പാടണം, താളം പിടിക്കലും താളം നല്ലപോലെ നമ്മളുടെ ഒപ്പം നിന്ന് ആക്ഷൻ സോങ് ഒക്കെ കളിക്കണം. അപ്പൊ അങ്ങനെ ഗ്രൂപ്പിനൊക്കെ ഇങ്ങനെ ലൈവ് ആക്കിയൊക്കെ നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹം ആരുടെയും മനസ്സിലുണ്ടാവുമല്ലോ. അതേപോലെ ഞാനും ആഗ്രഹിച്ചു. വളരെ സ്വാഭാവികം. അങ്ങനെയാണ് ഇവളുടെ ആലോചന വരുന്നത്. ഇവളുടെ ആലോചന വന്നപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം അറിയേണ്ടത് ഇവള് പാട്ട് പാടുമോ, ഇവള് ആക്ഷൻ സോങ് കളിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരുമിച്ച്, അന്ന് ഇന്നത്തെ പോലുള്ള വലിയ അവസരങ്ങളൊന്നും അന്നില്ല ഞാൻ സംസാരിക്കാനായിട്ടൊക്കെ. കിട്ടിയ അവസരങ്ങളിലൊക്കെ ഞാൻ പലപ്പോഴും ഇത് ചോദിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്നത്, ഞങ്ങൾ ഷീമാട്ടിയിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി തുണി പർച്ചേസിന് പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കും. കല്യാണത്തിൻ്റെ വിരിപ്പാവൊക്കെ എടുക്കാൻ പോയ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പതുക്കെ അരികിലൊക്കെ തുണി നോക്കിക്കൊണ്ടിരിക്കണ നിമ്മയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, ഏയ് പാട്ട് പാടാൻ അറിയോ? നല്ല ചോദ്യം. സാധാരണ ഇപ്പോഴൊക്കെ ചോദിക്കും കഞ്ഞി വെക്കാൻ അറിയോ, ചായ ഉണ്ടാക്കാൻ അറിയോ, പാട്ട് പാടാൻ അറിയോ. അന്ന് നമ്മളുടെ മെയിൻ ഉദ്ദേശം നമ്മളെപ്പോലെ പാട്ട് പാടാം. അപ്പം പാട്ട് പാടാൻ അറിയോ? അപ്പോൾ വളരെ നൈസായിട്ട് നിമ്മി ഈ ചോദ്യം നിന്നും ഒഴിഞ്ഞു മാറുന്നതിനെ ശ്രദ്ധിച്ചു. കാര്യം തുണിയൊക്കെ എന്നെ കാണിച്ച് എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഓർത്ത് പാടുമായിരിക്കും എന്നൊക്കെ ഓർത്ത് അങ്ങനെ പോയി. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോഴാണ് അറിയണത് പാട്ടൊന്നും പാടാനറിയാം. പാട്ട് പോയിട്ട് പാട്ടിൻ്റെ ABCD പാടാൻ അവർക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഞാൻ ഓർക്കണം വെച്ചാ, ശരിക്കും ഞങ്ങൾ ഒരുമിച്ച് പാട്ടും പാടി ആക്ഷൻ സോങ്ങും കളിച്ച് നടന്നിരുന്നെങ്കിൽ മിക്കവാറും ഇപ്പൊ തല്ലിപ്പിരി ഞാൻ. അത് ദൈവത്തിന്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു. ശരിക്കും ഞാൻ കല്യാണം കഴിഞ്ഞ് നിമ്മിനടുത്ത് ചോദിച്ചു, നിമ്മി നീ എത്ര നാൾ മുമ്പ് ഈ കല്യാണത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു, കെട്ടാൻ പോകുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു? ഇവള് പറഞ്ഞ ഉത്തരം എന്നെ ഞെട്ടിച്ചു. കാര്യം 10ാം ക്ലാസ് തുടങ്ങി അവള് പ്രാർത്ഥിക്കണേ എനിക്ക് വേണ്ടി. 10ാം ക്ലാസ് മുതൽ ഒരാൾക്ക് വേണ്ടി വിവാഹം കഴിക്കാൻ വേണ്ടി ജീവിതത്തിലേക്ക് കടന്നു വരാം. അപ്പൊ ഞാൻ എന്നിട്ടാണ് പാട്ടിന്റെ പേരിൽ നമ്മൾ വേണ്ടാന്ന് നോക്കാൻ പോയി. അപ്പൊ ഞാനൊരു 3 വർഷം മുമ്പ്, അപ്പൊ നമ്മൾ ഇത്രയും നേരത്തെ കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിപ്പിച്ചൊരുക്കി ഞങ്ങളെ ഒന്നിപ്പിച്ചത് വേറൊന്നിനുമല്ല, തമ്പുരാൻ അതിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നു. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ പണ്ട് ഇതിനെപ്പറ്റി തന്നെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, എങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങണം എന്നുള്ളത്. 10ാം ക്ലാസ് മുതൽ ഏകദേശം എത്ര വർഷം ചേച്ചി പ്രാർത്ഥിച്ചൊരുങ്ങി? 12 വർഷം, 13 വർഷം, 13-15 വർഷത്തോളം പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. അതുകൊണ്ട് തന്നെ എന്തൊരു ബ്യൂട്ടി ആയിരിക്കും, എന്തൊരു വിശുദ്ധിയോടെ ആയിരിക്കും തമ്പുരാൻ ആ ഒരു കൂദാശ തന്നെ പരികർമ്മം ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത് ഞാൻ ആ ഒരു വ്യത്യസ്തത കാണുകയാണ്. ശരിക്കും ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് തമ്പുരാന് വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും വേറെ ഒന്നുമായിട്ടും കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് കിട്ടിയ ജീവിത പങ്കാളിയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് അവളുടെ വ്യത്യസ്തതയോടുകൂടി തന്നെ അവളുടെ എല്ലാ അവസ്ഥകളും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കുറവ് ഇപ്പോൾ എനിക്കോ നിമ്മിക്കോ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയുടെ കുറവുകളെ സ്വർഗത്തിലേക്ക് കയറുവാനായിട്ടുള്ള ചവിട്ടുപടികളാക്കി മാറ്റണം. അപ്പോൾ ആ ഒരു സ്വീകാര്യതയോടുകൂടി തന്നെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്വഭാവങ്ങൾ ഞങ്ങൾക്ക് പരസ്പരമുണ്ട്. പക്ഷേ അതെല്ലാം തമ്പുരാൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ഏക മനസ്സോടെ ഏക ഹൃദയത്തോടെ ജീവിക്കുവാനായിട്ട്, കർത്താവിൻ്റെ കൂട്ടുപിടിച്ച് ജീവിക്കുവാനായിട്ട്, ആ ഒരു അനന്യത കാത്തു സൂക്ഷിക്കുവാനായിട്ട്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒത്തിരി വിവാഹമോചനങ്ങളും പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ വരുമ്പോഴത്തേക്ക് അതിനൊരു തടയിടാനുള്ള, അതിന് മുമ്പേ തടയിടാനുള്ള വലിയൊരു കാര്യം അവർ പറഞ്ഞു തന്നെ. ഒന്ന്, തമ്പുരാൻ നൽകുന്ന ഒരു ജീവിത പങ്കാളി, അത് ഇന്നോ നാളെയോ അല്ലെങ്കിൽ മിനിങ്ങാന്നോ തമ്പുരാൻ ഒരുക്കി വെച്ചൊന്നുമല്ല. അനാദികാലം മുതലേ തമ്പുരാൻ എന്നെ ഈ ഭൂമിയിലേക്ക് പടച്ചുവിടുന്നതിന് മുമ്പ് തന്നെ ഒരുക്കി വെച്ച ഒരാളാണ്. അത് കുറവുകളോടാണെങ്കിലും കൂടുതലോടാണെങ്കിലും അത് സ്വീകരിക്കുമ്പോൾ തന്നെ ആ സാക്രമെന്റിന്റെ സകല അഭിഷേകവും ആ കുടുംബത്തിലേക്ക് വരും. അല്ല, എനിക്ക് തോന്നുന്നു ജോസും നിമ്മി മാത്രമല്ല ഇതുപോലെ യൂണീക്കായിട്ട് വരുന്നത്. എന്ന് വെച്ചപ്പോൾ ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട, ഞാനും ഭാര്യയും അങ്ങനെ യൂണീക്കാണ്. ലോകത്തിലുള്ള എല്ലാ ഭാര്യാഭർത്താക്കന്മാരും യൂണീക്കാണ്. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നിങ്ങൾ തിരിച്ചറിഞ്ഞു, അവർ നേരത്തെ അതിനുവേണ്ടി ഒരുങ്ങി തിരിച്ചറിഞ്ഞു എന്ന് ഞാൻ പറയുമ്പം ജോസിൻ്റെ തന്നെ സ്വപ്നങ്ങളൊന്നും നോക്കി സ്റ്റേജിൽ ആടിപ്പാടി തകർക്കുന്ന ഒരു പെയറിനെ ആയിരുന്നു സ്വപ്നങ്ങളിൽ താലോലിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് റിയൽ ലൈഫിലെ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പാകത്തിന് മനസ്സിനെ ഒരുക്കി. ആ മനസ്സിൻ്റെ ആ ഒരുക്കൽ എവിടെ നിന്ന് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം ഇതാണ്, അല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ആ 3 കൊല്ലമായിട്ട് ജോസ് നടത്തിയ പ്രാർത്ഥന. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിച്ചതാണ്, അപ്പോൾ ദൈവം എനിക്ക് തന്നതാണ്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് തോന്നുന്നു മിനിമം ഒരു 10 വർഷത്തോളമെങ്കിലും, 10 വർഷത്തിൽ താഴെ ഏതാണേലും അല്ലേ, 15 വയസ്സ് 10ാം ക്ലാസ്സിലെത്തിയെന്ന് വിചാരിച്ചാൽ ഒരു അല്ലേ
9 വർഷത്തോളം പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ രണ്ടിടത്ത് സംഭവിക്കുന്ന കാര്യം ദൈവമാണ് തന്നത് എന്നുള്ള ബോധ്യം, ദൈവമാണ് തന്നതെങ്കിൽ അതാണ് ശരിയെന്ന ബോധ്യം, അത് ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ നിന്ന് നല്ലത് മാത്രം എനിക്ക് തരുന്നയാളാണ് ദൈവം എന്നുള്ള ബോധ്യം. ഇതൊക്കെ വാസ്തവത്തിൽ നിങ്ങൾക്ക് ദൈവവും യൂണീക്കാണെന്നുള്ള ബോധ്യം. വ്യത്യാസം ഇത്രയേ ഉള്ളൂ, കണ്ടെത്തിയവരും കണ്ടെത്താത്തവർക്കാണ് എപ്പോഴും കലഹങ്ങളും അല്ലെങ്കിൽ വിഷമങ്ങളും. അയ്യോ അത് അവർ കമ്പയർ ചെയ്യും. യൂണിക്നെസ്സിനെ കുറിച്ച് അവർക്ക് ബോധ്യമില്ല. അതുകൊണ്ട് അപ്പുറത്തെ അവരെങ്ങനെയാ പോകുന്നത്, ഇവരെ കണ്ടെത്തിയവർക്കായിരിക്കും മക്കളെയും അങ്ങനെ സ്വീകരിക്കാൻ എളുപ്പം. അതും പ്രധാനപ്പെട്ടൊരു കാര്യം. നമുക്ക് ആ ഭാഗത്തേക്ക് പോകുന്ന വിചാരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ 4 മക്കളുണ്ടല്ലോ, പ്രത്യേകിച്ച് ജോഷുവ ഇടയാള് വളരെ യൂണീക്കാണ്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും യൂണീക്കാണ് അതിൽ തന്നെ. അപ്പോൾ നിങ്ങൾ എങ്ങനെ നിങ്ങൾ മക്കളെ നിങ്ങളിങ്ങനെ വളരെ വ്യത്യസ്തമായി തന്നെ ഓരോരുത്തരും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നു? മൂത്ത ആൾക്ക് ഇങ്ങനെ അടുക്കി വെക്കാനൊക്കെയാണ് ഇഷ്ടം. അത് കാരണം വീട്ടിലിങ്ങനെ അടുക്കി പെറുക്കി വെക്കലൊക്കെ അവളുടെ ഉത്തരവാദിത്തമാണ്, അവളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ആൾ നല്ലോണം വരക്കും. അപ്പോൾ അവളെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളും അവളെ ഏൽപ്പിക്കും. ഡെക്കറേഷൻ. പിന്നെ മൂന്നാമത്തെ ആള് മീഡിയ അങ്ങനത്തെ സംഭവങ്ങളാണ്. അങ്ങനത്തെ ഉത്തരവാദിത്തങ്ങൾ മൂന്നാമത്തെ ആളെ ഏൽപ്പിക്കും. അങ്ങനെ ശരിക്കും മക്കളെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സമ്മാനമാണ്. അവരെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അവരെ അതേപോലെ ട്രീറ്റ് ചെയ്ത് വളർത്തണേണ്. ദൈവത്തിന്റെ സ്വപ്നം അനുസരിച്ച് വളർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അതെ. അപ്പോൾ ഈ 4ാമത്തെ ജോഷുവയുടെ കാര്യത്തിലും ഇതേപോലെ തന്നെ അവൻ്റെ ആ കുറവുകളോടുകൂടി തന്നെ നമുക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സ്വീകരിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ 3 പെൺകുട്ടികൾക്ക് ശേഷം ഞങ്ങൾക്ക് 4ാമൻ ആൺകുട്ടി വന്നു. അപ്പോൾ അവനിങ്ങനെ ഒത്തിരി കുറവുകളോടുകൂടി തന്നെയാണ് തമ്പുരാൻ നമ്മുടെ കയ്യിലേക്ക് തരുന്നത്. അരക്ക് കീഴ്പോട്ട് അവന് മൾട്ടിപ്പിൾ ഡിസ്ലൊക്കേഷൻ ആയിരുന്നു. പക്ഷെ അവനെ തമ്പുരാൻ ഞങ്ങൾക്ക് വേണ്ടി തന്ന വലിയ മനോഹരമായ ഒരു സമ്മാനമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വെറുതെ ഒന്നും തമ്പുരാൻ അറിയാതെ ഒന്നും തരില്ല ഞങ്ങൾക്ക്. അപ്പം അതുകൊണ്ട് തന്നെ തമ്പുരാൻ എന്തുകൊണ്ട് ഞങ്ങളോടിത് ഇങ്ങനെ ചെയ്തു എന്നുള്ളൊരു ചോദ്യം ഞങ്ങളുടെ ഭാഗത്ത് വന്നിട്ടില്ല. കാര്യം തുറന്ന മനസ്സോടുകൂടി അവൻ്റെ ആ കുറവുകളോടുകൂടി തന്നെ ഞങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധിച്ചു. അപ്പോൾ അത് അവൻ്റെ ഓരോ കഴിവുകളും ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തമ്പുരാൻ എന്തിനാണോ ഇവനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തന്നത് അതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഞങ്ങളിങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മനോഹാരിത കുടുംബത്തിന് ഭയങ്കര സന്തോഷം തന്നെ തുടങ്ങി. അതെ തന്നെ. അവനെ സ്കൂളിൽ ചേർത്തപ്പോൾ ഞങ്ങൾ കുറച്ചൊന്ന് വിഷമിച്ചതെന്ന് വെച്ചാൽ അവൻ ചേച്ചിമാർ പഠിച്ച സ്കൂളിൽ തന്നെ ചേരണമെന്നായിരുന്നു അവന് ഇഷ്ടം. പക്ഷേ LKG UKG സെക്ഷൻ ഫസ്റ്റ് ഫ്ലോറിലായത് കാരണം അവിടെ അഡ്മിഷൻ കിട്ടിയില്ല. നടന്ന് കയറാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അത് കാരണം വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു നഴ്സറി സ്കൂളിലാണ് ചേർത്തത്. അപ്പോൾ പക്ഷെ അവൻ ക്ലാസ്സിലെ ക്യാപ്റ്റനാണ്. പിന്നെ പിന്നെ സ്കൂളിലെ അവിടുത്തെ അസംബ്ലി ലീഡ് ചെയ്യണത് അവനാണ്. അങ്ങനെ നല്ല ഞങ്ങൾക്ക് ആ ഒരു സന്തോഷമായി, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. സ്കൂൾ മാറിയെങ്കിലും അതും ദൈവം ക്രമീകരിക്കണം ഓരോ കാര്യങ്ങളും. നമുക്കിങ്ങനെ ശരിക്കും ഞങ്ങൾക്ക് ആ സമയത്ത് എന്തുകൊണ്ട് ഞങ്ങളെ അവിടെ അഡ്മിഷൻ നിഷേധിച്ചു എന്നുള്ളത് വിഷമം തോന്നിയെങ്കിലും പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി ഇവൻ്റെ കുറേ വ്യത്യസ്തതകൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കർത്താവ് ഒരുക്കിയ ഒരു വഴിയായിരുന്നു അത്. അതിപ്പോൾ ഇന്ന് ഞങ്ങളെ അത് മനസ്സിലാക്കിയാണ്. കാര്യം അവൻ ആ ഒരു വഴിയിലേക്ക് മാറ്റി വിട്ടപ്പോഴത്തേക്കും അവൻ്റെ കുറവുകളോടുകൂടി തന്നെ വേറൊരു സ്കൂളിൽ അവനെ ആക്സെപ്റ്റ് ചെയ്തതും അവിടെ അവനിപ്പോൾ ഈ ഒരു ലീഡർ എന്ന ലെവലിൽ ക്യാപ്റ്റൻ എന്ന ലെവലിലേക്കൊക്കെ എത്തി അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ നിസ്സാരമായ ഓരോ പ്രവൃത്തികൾ അവൻ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകുന്നത് അവൻ്റെ ആ ഒരു വ്യത്യസ്തതയാണ്. തമ്പുരാൻ എന്തിനാണോ അവനെ, ഞങ്ങളുടെ പ്രാർത്ഥന അത്രേ ഉള്ളൂ, ദൈവമേ ഇവനിലൂടെ അങ്ങ് എന്താണോ ഈ ഭൂമിയിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന നന്മകൾ അത് നടക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ പേരൻസും ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നെങ്കിലേ എൻ്റെ കുഞ്ഞിലൂടെ ഈ ഭൂമിയിൽ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ സാധാരണ മക്കളിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളാണ് ഇപ്പോൾ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. വളരെ സിമ്പിളാണ്, എഞ്ചിനീയർ ആകണമല്ലോ ഡോക്ടർ. അതെ. ഞാനിപ്പോഴേ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഈ വാഴ്ത്തപ്പെട്ട ഹെർമൻ, ഈ പേര് നിങ്ങൾക്ക് അധികം പേർക്ക് പരിചയം കാണില്ല. പക്ഷേ ഇദ്ദേഹം ചെയ്ത വർക്ക് പറയുമ്പോൾ എല്ലാവർക്കും പരിചയം കാണും. ബാല്യത്തിലെ തന്നെ ഡിസ്കിനൊക്കെ ബാക്ക് ബോണിനൊക്കെ ഒത്തിരി പ്രശ്നമൊക്കെ ആയിട്ട് തളർന്നൊക്കെ ജനിച്ചു വീണ കുഞ്ഞ്, ഒത്തിരി അസുഖങ്ങളുടെ ബാല്യമായിരുന്നു. അനാഥത്വമൊക്കെ ഉണ്ടാകുന്ന ബാല്യമായിരുന്നു. ആശ്രമത്തിൽ തൊട്ടടുത്തൊരു ആശ്രമത്തിലൊക്കെ കുഞ്ഞ് വളർന്നു വന്നത്. പക്ഷേ കുഞ്ഞ് പിന്നീട് ഒത്തിരി നാൾ പ്രാർത്ഥനയിലും പുസ്തകവായനയിലൊക്കെ മുഴുകിയിട്ട് പിന്നീട് എഴുതിയിട്ട് പ്രാർത്ഥനയുണ്ട്, അതെല്ലാവരും അറിയും. പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സുസ്തി എന്ന് പറയുന്ന മനോഹരമായ ഭയങ്കര ശക്തമായ സാത്താനെതിരെയുള്ള വലിയ ആയുധമായ പ്രാർത്ഥന സഭയ്ക്ക് സംഭാവന ചെയ്തത് ഈ തളർന്നു കിടന്ന ഈ ഒരു കുഞ്ഞാണ്. അധികകാലവും പുറന്തവും പോലും കാണാതെ കിടന്ന കുഞ്ഞാണ് ഇത്ര മനോഹരമായിട്ട് ഒരു പ്രാർത്ഥന തന്നെ തിരുസഭയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതുകൊണ്ട് ഈ ഓരോ കുഞ്ഞുങ്ങളിലും തമ്പുരാൻ വലിയ സ്വപ്നങ്ങൾ നിക്ഷേപിച്ച ഭൂമിയിലേക്ക് വിടുന്നത്. പലപ്പോഴും നമ്മൾ മാതാപിതാക്കളും അല്ലെങ്കിൽ വലിയവരൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ പേര് നമ്മുടെ സ്വപ്നമൊക്കെ അടുക്കി വെക്കുമ്പോഴത്തേക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ ഡിമിനിഷ് ചെയ്ത് പോവുക, ഇല്ലാണ്ടായി പോവുക. അപ്പോൾ ഓരോ കുഞ്ഞും വ്യത്യസ്തരാണ്. ഒരു പൂന്തോട്ടത്തിൽ
വ്യത്യസ്തമായ പുഷ്പങ്ങൾ വരുമ്പോഴാണ് ആ പൂന്തോട്ടത്തിന് ഒരു മനോഹാരിത വരുന്നത്. നമ്മുടെ പൂന്തോട്ടത്തിൽ നിറയെ മുല്ലപ്പൂ മാത്രമാണെങ്കിൽ അതിനൊരു ഭംഗിയില്ല. റോസാപ്പൂവും മുല്ലപ്പൂവും എല്ലാ വിധത്തിലുള്ള പൂക്കളും വരുമ്പോഴാണ് ഒരു പൂന്തോട്ടത്തിന് അതിൻ്റെ മനോഹാരിത കൂടുന്നത്. ഓരോ ചെടികളെയും ട്രീറ്റ് ചെയ്യേണ്ടതും വ്യത്യസ്തമായിട്ടാണ്. ഉറപ്പാണ്. ഞാൻ ആ ചോദ്യം ചേച്ചിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് ഈ മക്കളെ ശരിക്കും അമ്മയാണല്ലോ ശരിക്കും റോൾ എടുക്കുന്നത്? ചേട്ടൻ എപ്പോഴും യാത്രകളിലോ പ്രോഗ്രാമുകളിലൊക്കെ ആയിരിക്കുമല്ലോ ശരിക്കും. അപ്പോൾ അമ്മയാണല്ലോ ഈ ഒരു മേഖല ശരിക്കും റോൾ എടുക്കുന്നത്. ഈ ഓരോ മക്കളെയും വ്യതിരക്തത കാണാനും അവരെ പർട്ടിക്കുലറായിട്ട് അവർക്ക് പ്രാർത്ഥിക്കാനും അവരെ ട്രീറ്റ് ചെയ്യാനും ഒക്കെ ചേച്ചിക്ക് എങ്ങനെ ഇത് സാധിച്ചു വരുന്നത്? ഇങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ അവരിങ്ങനെ മക്കളുടെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവരിങ്ങനെയാണ് മക്കളങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എൻ്റെ മക്കൾ മാത്രം എന്താ ഇങ്ങനെ അവരെ കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ ഒരു ബോധ്യം കിട്ടിയത്, ഇപ്പോൾ ഈ മക്കള് അതേപോലെ ചെയ്യണമെങ്കിൽ ദൈവം ആഗ്രഹിക്കണമെങ്കിൽ ഈ മക്കളെ ദൈവം അവരുടെ ഫാമിലിയിൽ ജനിപ്പിച്ചാൽ എൻ്റെ വീട്ടില് ഞങ്ങൾക്ക് ആ മക്കളെ തന്നത് ഞങ്ങളുടെ കഴിവനുസരിച്ച് അതേപോലെ വളർത്താൻ വേണ്ടിയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ആ മക്കളെ ജനിപ്പിച്ചത്. അങ്ങനത്തെ ഒരു ബോധ്യം കിട്ടിയപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി. ഈ ഒരു ബോധ്യമൊക്കെ കർത്താവ് കൊടുക്കുന്നു, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് സ്വീകരിക്കാൻ പറ്റിയാൽ തന്നെ നമ്മുടെ വീടുകളിലെ പകുതി തലവേദന കുറഞ്ഞു, നമ്മുടെ കുടുംബങ്ങളിലെ പകുതി ക്ലാഷ് കുറഞ്ഞു. നമ്മുടെ പിള്ളേർക്ക് കിട്ടുന്ന സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിൻ്റെയും ആണോ, പിള്ളേർക്കൊക്കെ എന്തൊരു സ്ട്രെസ് സ്ട്രെയിനുമാണ്. ഞാനൊക്കെ കുഞ്ഞിനൊക്കെ ഓർക്കുന്നുണ്ട് പലപ്പോഴും ഇച്ചാനമ്മച്ചൊക്കെ ഇച്ചിരി സ്ട്രെസ് ഇടുമായിരുന്നു ചില കാര്യങ്ങളിലേക്ക്. അതായത് അവനെപ്പോലെ പടി, അവളെപ്പോലെ പടി, അവനെപ്പോലെ നിനക്ക് പഠിച്ചാൽ തന്നെ എനിക്ക് അവനെ കാണുന്നതിന് ദേഷ്യമായിരുന്നു. പിന്നെ നമുക്ക് അവനോടാ, വീട്ടുകാരോട് ദേഷ്യമൊന്നുമില്ല, അവനങ്ങനെ പഠിക്കാൻ പോയത് നമുക്ക് ദേഷ്യം. അത് ചില വീട്ടുകാരൊക്കെ ആ മക്കളുടെ ചില ഞാൻ സങ്കടത്തോട് കേട്ടിട്ടുണ്ട് ചില വീട്ടിലൊക്കെ പറയുന്നത്, അവൻ്റെയൊക്കെ കാല് കഴുകി നീ വെള്ളം കുടിക്കണമെന്നൊക്കെ ചില പേരൻസ് ഒക്കെ പറയുന്നത്. കാരണം അവരെ കണ്ട് ക്ലാസ്സിൽ 50 മേടിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലുമല്ല. ഒരാർക്കും ദൈവം എല്ലാവർക്കും 50 മേടിക്കാൻ കൊടുക്കുകയാണ്, പിന്നെ ക്ലാസ്സിൽ എന്ത് വിചാരിക്കുന്നുണ്ടാ? അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പോലും ആവശ്യമില്ലല്ലോ. കർത്താവ് എനിക്ക് പേരൻസിന് കൊടുക്കാവുന്ന ഏറ്റവും ഇവർ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കമ്പാരിസൺ ഒരു കാര്യം തന്നെ ഒഴിവാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ മക്കളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും ചോദിച്ചിട്ട് ഈ കമ്പാരിസൺ ഒരു വലിയ പാപമുണ്ടല്ലോ. അതാണല്ലോ ശരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം, പല പ്രശ്നങ്ങളിലേക്കും തലമുറകളിലെ വിദ്വേഷങ്ങളിലേക്ക് പോലും നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണല്ലോ. ചോദിച്ചാൽ അതിനെങ്ങനെ നോക്കിക്കാണുന്നത് കമ്പാരിസൺ? ഞാൻ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈശോ സംസാരിച്ചിരുന്ന ഭാഷയിൽ, പരമായ ഭാഷയിൽ കമ്പാരിറ്റീവ് ഡിഗ്രി ഇല്ല. അതുകൊണ്ട് ഹോളി എന്ന് 3 പ്രാവശ്യം പരിശുദ്ധൻ 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 അതിലും പരിശുദ്ധനാണെങ്കിൽ 2 പ്രാവശ്യം പരിശുദ്ധൻ, അതിൽ ഏറ്റവും സൂപ്പർ പരിശുദ്ധനാണെങ്കിൽ 3 പ്രാവശ്യം പറയല്ലാതെ മാർഗമില്ല. അപ്പോൾ എനിക്കറിയില്ലാതെ അങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ശരിയാണെങ്കിൽ അതൊരു മെസ്സേജ് നമുക്ക് നൽകുന്നുണ്ട്. തമ്പുരാന് ഈ കമ്പാരിസൺ ഇല്ല, കാരണം തമ്പുരാൻ അറിയാം കമ്പയർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് പിന്നെ ഒരു ഭാഗ്യം കിട്ടി, എനിക്ക് ഈ ഒരു ബോധ്യം കിട്ടുന്നതിന് വേണ്ടി ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. ഞാൻ ഇപ്പോൾ ഒരു പക്ഷേ പലർക്കും കിട്ടാത്തൊരു ഭാഗ്യം, വളരെ ചുരുക്കം പേർക്ക് മാത്രം കിട്ടുന്നൊരു ഭാഗ്യം, 7 പിള്ളേരുള്ള വീട്ടിലെ മൂത്തയാളായിട്ട് ജനിക്കാൻ എനിക്ക് പറ്റി. ഞാനും എൻ്റെ ഏറ്റവും ഇളയ പെങ്ങളുമായിട്ട് 17 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം എനിക്ക് എൻ്റെ തൊട്ട് താഴെയുള്ള ആളിനെ ഒഴികെ ബാക്കിയുള്ളവരെ എല്ലാം ഒരു കുഞ്ഞായിട്ട് കാണാൻ പറ്റും. ഞാൻ അങ്ങനെ അവരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് ഈ ഓരോരുത്തരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, എൻ്റെ പെങ്ങളാണ്, എൻ്റെ അനിയനാണ്, പക്ഷേ എന്ത് ഡിഫറൻ്റ് ആണെന്ന് ഉള്ളത് ഞാൻ ആ കാലത്ത് തന്നെ, കാരണം ഇവരെയൊക്കെ പലപ്പോഴും മേയ്ക്കേണ്ടി വരും ഞാൻ. അപ്പോൾ ഒരുത്തരെ മേയ്ക്കുന്ന പോലെ മറ്റേ ആളിനെ മേയ്ക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ചിന്ത ഇങ്ങനെ ഞാൻ അവസാനം കെമിസ്ട്രി പഠിച്ച് മെന്റലീവ്സിൻ്റെ ഒരു പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന സംഭവമുണ്ട് കെമിസ്ട്രിക്ക്. പണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കുറച്ച് അതായത് ഹൈഡ്രജനെ ആരംഭിച്ച് യുറേനിയം ഒക്കെ കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ ആറ്റമിക് നമ്പർ കൂടുന്നതനുസരിച്ച് ചേർത്ത് കൊണ്ടിരിക്കുന്ന വലിയൊരു ടേബിള്. ഈ ടേബിൾ എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ഓർത്ത കാര്യം, അവിടെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ഇടത്തു നിന്ന് വലത്തോട്ട് മാറുന്തോറും ഇന്ന ഗുണങ്ങൾ മാറുന്നു, മുകളിൽ നിന്ന് താഴോട്ട് മാറുന്തോറും ഇങ്ങനെ. ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾ ഈ 7 പേരെ ഇതുപോലെ ഒരു ടേബിളിനകത്താക്കാം. അപ്പോൾ ഒരു ലൈനിലായിരിക്കുകയില്ല, അത് കമ്പയർ ചെയ്യാവുന്ന ചില ആളുകൾ ഒന്നിന് താഴെ ഒന്നായിട്ട് വരും, പക്ഷെ അവർ തമ്മിലും ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അപ്പനെയും അമ്മയും കൂടെ ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അവരും ഇതിനകത്തൊരു ഒരു പൊസിഷൻ കാണും. പക്ഷെ എനിക്ക് പറ്റിയപ്പോൾ ഒരു ദൗർഭാഗ്യം, എനിക്ക് 4 മക്കളെ ഉണ്ടായുള്ളൂ. എൻ്റെ മെൻ്റലി സ്റ്റേബിൾ ശരിയാക്കാൻ പറ്റില്ല. വാസ്തവത്തിൽ അത് ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണല്ലോ. ഈ മൂലകങ്ങളെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെ. അവ ഒരു മൂലകം പോലെയല്ല മറ്റൊരു മൂലകം, എന്നാൽ അവയ്ക്കെല്ലാം ഒരു സവിശേഷത ഉണ്ട് താനും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു പ്രത്യേക രീതി വരുന്നുണ്ട്. അതായത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവരുടെ വീട്, ഇവരുടെ കുടുംബം യുണീക്കാണ്. അതുകൊണ്ട് ഇവരുടെ മക്കൾ എൻ്റെ മക്കൾ പോലെയല്ല. ഓക്കെ, പക്ഷെ ആ മക്കളിൽ തന്നെ
അവിടെ വീണ്ടും യൂണീക്കാണ്. ദൈവം ശരിക്കും ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായിട്ട് തന്നെയാണത്. ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്യേണ്ട സൽപ്രവർത്തികൾ അനാദിയിൽ തന്നെ യേശുക്രിസ്തുവിൽ തീരുമാനിക്കപ്പെട്ടതാണ്. അതാണ് ആദ്യം ഉണ്ടായത്. ഏത്? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിന് ചേരും വിധത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. അപ്പോൾ ഈ യുണീക്നെസ് വളരെ വ്യക്തമായിട്ട് വിരൽ ചൂണ്ടുന്നത് നമ്മളുടെ നിയോഗങ്ങളിലേക്കാണ്. നമ്മളുടെ ജീവിത എന്തിനാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ടത്, എൻ്റെ അവതാരോദ്ദേശം എന്താണ്, ഓരോ കുഞ്ഞിനും ഓരോ അവതാരോദ്ദേശങ്ങളുണ്ട്. ഞാൻ എന്തിനാണ് അവതരിച്ചത്, അല്ലെ ആ കുഞ്ഞ് എന്തിനാണ് അവതരിച്ചത്, ഒരു അവതാരോദ്ദേശമുണ്ട്. അത് കണ്ടെത്തി അത് റിയലൈസ് ചെയ്യുന്നതിലാണ് ആ കുഞ്ഞും ആ കുഞ്ഞിനെ വളർത്തുന്നവരും വിജയിക്കുന്നത്. അത് കണ്ടെത്തിയവർ. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ജീവിത നിയോഗങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട്, ഇപ്പോൾ ജോഷുവയുടെ ജീവിത നിയോഗം വ്യത്യസ്തമായതുകൊണ്ട് അവനെ ഇങ്ങനെയേ സൃഷ്ടിക്കാനാവൂ. ഇപ്പം ഈ വാച്ചിന് പറയാൻ പറ്റുമോ എന്നെ എന്തിനാ ഇങ്ങനെ ഫ്രജൈലായിട്ട് സൃഷ്ടിച്ചത്, എന്നെ ചുറ്റികയെ പോലെ നല്ല ഹാർഡായിട്ട് അങ്ങ് സൃഷ്ടിക്കാൻ മേലായിരുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ടല്ലേ ഇത് താഴെ വീണാ പൊട്ടിച്ചത്ര കഷ്ടം. അതാ മണ്ടത്തരം. വാച്ച് മനസ്സിലാക്കേണ്ട കാര്യം ആണിയടിക്കാനല്ല എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, എന്നെ സമയം കാണിക്കാനാണ്. അത് ഇത്ര വലിയ കൃത്യതയോടെ കാണിക്കാൻ. അപ്പൊ ആ പർപ്പസുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന്റെ. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ബോധ്യം കിട്ടണമെങ്കിൽ അത് നമ്മൾ ഗർഭാവസ്ഥയിൽ തന്നെ ആ കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലൂടെ ഒരുക്കണ്ടേ. ഞാൻ ആ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് എങ്ങനെ ഇപ്പോൾ ഓരോ കുഞ്ഞും വ്യത്യസ്തമാണ്. നമുക്ക് പറയാനൊക്കെ എളുപ്പമാണ്, കൈ കിട്ടുമ്പോൾ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ആ ഓരോ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി, ഈ വ്യത്യസ്തരായ ഓരോ കുഞ്ഞുങ്ങളെയും ഭൂമിയിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ഒരുങ്ങിയത് അങ്ങനെ? അത് അങ്ങനെ നല്ലൊരു ഒരുക്കത്തോടെ കടന്നുപോയത് കൊണ്ടാണല്ലോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയത്. അതൊന്ന് പറഞ്ഞു തരാമോ? ഓരോ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ഒരുങ്ങാൻ നേരത്ത് ശരിക്കും പ്രാർത്ഥിച്ച് ആ കുഞ്ഞിനെ എല്ലാ രീതിയിലും ഒരുങ്ങി സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഓരോ ആദ്യത്തെ കുഞ്ഞ് ഉണ്ടായപ്പോൾ മരിയ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു. ഒത്തിരി സന്തോഷമായി ആ പെൺകുട്ടി ഞങ്ങൾക്ക് ദൈവം തന്നതിന്. രണ്ടാമത്തതും ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ടും തമ്പുരാൻ തരുന്ന കുഞ്ഞെന്തായാലും അത് സ്വീകരിക്കുവാനായിട്ടുള്ള ഒരുക്കത്തോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി രണ്ടാമത്തെ കുഞ്ഞുണ്ടായി, അതും പെൺകുട്ടി. വളരെ സന്തോഷം. 2 പെൺകുട്ടികൾ. ഡോക്ടർ നിർത്താൻ പറഞ്ഞു, പക്ഷെ ഞങ്ങൾ സമ്മതിച്ചില്ല. മൂന്നാമതും തമ്പുരാൻ ഞങ്ങൾക്ക് വീണ്ടും ഒരു പെൺകുട്ടിയെ തന്നു. 3 പെൺകുട്ടിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം ഡോക്ടർമാർ വളരെ നിർബന്ധപൂർവ്വം, സിസേറിയനും കൂടെ ആയതുകൊണ്ട് നാട്ടുകാരും ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ സമ്മതമൊന്നും എനിക്ക് വേണ്ട, മെഡിക്കൽ എത്തിക്സ് വെച്ചുകൊണ്ട് ഞാൻ പ്രസവം നിർത്തുമെന്ന് വരെ മൂന്നാമത്തെ കുട്ടിയുടെ എടുത്ത ഡോക്ടർ പറഞ്ഞു. എല്ലാം സിസേറിയനായിരുന്നോ? എല്ലാം സിസേറിയൻ. അപ്പൊ ആ സമയത്തൊക്കെ ഞങ്ങൾ അതിനുവേണ്ടി, ഞങ്ങൾക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. ഡോക്ടറിന്റെ മുമ്പിൽ കൈകൂപ്പിന്ന് ഞങ്ങൾ 2 പേരും. നിമ്മിയും പറഞ്ഞു, ഡോക്ടറെ അടുത്ത ഒരു ആൺകുട്ടിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, അടുത്തതും പെൺകുട്ടിയാണെങ്കിൽ ഞങ്ങൾ 2 കരങ്ങൾ നീട്ടി സ്വീകരിക്കും, പക്ഷേ പ്രസവം നിർത്തണ്ട. അങ്ങനെയാണ് ദൈവം 4ാമതായിട്ട് ജോഷുവയെ ഞങ്ങൾക്ക് തന്നത്. അപ്പൊ ഈ ഓരോ കുഞ്ഞുങ്ങൾ, ഇപ്പൊ ജോഷുവ ഈ ഉദരത്തിൽ ഇങ്ങനെ ഇങ്ങനെ കുറവുകളുള്ള കുട്ടിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നാൽ പോലും ഒരിക്കലും ഞങ്ങൾ വേറൊരു രീതിയിൽ ചിന്തിക്കില്ല. പക്ഷെ തമ്പുരാൻ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ജോഷുവയെ ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ഈ പ്രഗ്നൻസി പീരീഡിലും ഓരോ കുഞ്ഞുങ്ങളുടെ ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ നല്ലപോലെ പ്രാർത്ഥിക്കുവാനും അവരെ ധ്യാനം കൂടുവാനും. ഇപ്പൊ ജോഷുവയുടെ സമയത്ത് നിമി രണ്ട് ധ്യാനങ്ങൾ കൂടാനായിട്ട് പറ്റും. ധ്യാനങ്ങൾ കൂടാൻ പറ്റി. പിന്നെ ആ സമയത്ത് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും, ഉദരത്തിൽ കൈവച്ച് എല്ലാ ദിവസവും ജോസ് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അവകാശമാണ്. അതെ. അപ്പൊ അങ്ങനെ ആ കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് തന്നെ അവന്റെ എല്ലാ വ്യത്യസ്തതകളും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഓരോ പ്രഗ്നൻസി പീരീഡിലും ഞങ്ങൾ കടന്നുപോയത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വിവാഹമെന്ന കൂദാശ പരികർമ്മം ചെയ്യുന്നിടത്ത് തന്നെ ഇതിലേക്കൊക്കെ നയിക്കുന്ന ചില വാക്കുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രാർത്ഥന വാക്കുകൾ. എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് വന്നത്, നിങ്ങൾ ആ പ്രതിജ്ഞ എടുക്കുന്ന ഭാഗത്ത് ഞങ്ങളൊരുമിച്ച് ഞങ്ങൾക്ക് ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ, ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ അല്ല, ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കാവുന്ന വളർത്താവുന്നതാണ് നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ടിങ്ങനെ വന്നിരിക്കുന്നത്. അല്ലാതെ 2 പെൺകുഞ്ഞുങ്ങളെ വരെയും അല്ലെങ്കിൽ 3 പിള്ളേരെ വരെയും എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അതും ഇത്ര വർഷങ്ങൾക്ക് ശേഷം. ഈ പ്രീ മാരേജ് കോഴ്സിനൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ചോദിക്കുമ്പോൾ വളരെ ചുരുക്കം ഒരു കൈകൾ മാത്രമേ ഉയരാറുള്ളൂ. 2 കുഞ്ഞുങ്ങളിൽ കൂടുതൽ വേണ്ടവരൊന്ന് കൈവെക്കാൻ വേണ്ടി പറയുമ്പോൾ ബാക്കി എല്ലാവരും തന്നെ 1 അല്ലെങ്കിൽ 2, അതും ഇത്ര വർഷങ്ങൾക്ക് ശേഷം മതി. ശരിക്കും ഒരു ഡിമാൻഡിങ് ആണ്. അപ്പോൾ
ഓരോ കുടുംബം ഭൂമിയിൽ രൂപപ്പെടുമ്പോഴും സ്വർഗം എന്തുമാത്രം സന്തോഷിക്കുന്നതാണ് ആ കുടുംബത്തെക്കുറിച്ച്. ആ കുടുംബം വഴി ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന് ഈ ഭൂമിയിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ദൈവത്തിനോട് ആലോചന ചോദിച്ച് ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ പോകുമ്പോൾ എന്ത് മനോഹാരിതയായിരിക്കും നമ്മുടെ. ജോസഫിന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ, ഞങ്ങൾ നല്ല സൗഹൃദമായിരുന്ന സമയത്താണ് അവളുടെ വിവാഹമൊക്കെ നടക്കുന്നത്. ഞാൻ നന്നായിട്ട് അവളുടെ പ്രാർത്ഥിക്കുന്ന വിവാഹത്തിന് എല്ലാം പറഞ്ഞ് നമുക്കറിയാവുന്ന തത്വങ്ങളെല്ലാം നന്നായിട്ട് പറഞ്ഞു കൊടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു വർഷമായിട്ട് കുഞ്ഞുങ്ങളെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറയുകയാണ് ജോലി, ഭർത്താവിൻ്റെ ജോലി, എൻ്റെ ജോലി, അതൊക്കെയാണ് ഞങ്ങൾ താമസിച്ച് മതിയെന്ന്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 2.5-3 വർഷം കഴിയാറായി. ഇപ്പോൾ അവൾ കഴിച്ച എനിക്ക് പല പ്രാവശ്യം മെസ്സേജ് അയച്ചു, ജനൻ കാര്യമായിട്ട് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണം. ഞാൻ പറഞ്ഞേ കർത്താവ് ഒരു സമയമൊക്കെ നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, അന്നേരമൊക്കെ നിങ്ങൾ ബിസി അല്ലായിരുന്നു. ഇപ്പോൾ കർത്താവ് ഇച്ചിരി ബിസി ആയിരിക്കും, അതുകൊണ്ട് വെയിറ്റ് ചെയ്യും. നമുക്ക് ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കാം, അല്ല വിധിക്കുന്നൊന്നുമല്ല, ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പോൾ കർത്താവ് ബിസി ആയിരിക്കും. ഓരോ കുടുംബത്തെ പറ്റിയും കർത്താവിനും വളരെ യുണീക്കായൊരു പ്ലാനുണ്ട്. അവിടെ എത്ര കുഞ്ഞുങ്ങൾ, പക്ഷേ കർത്താവ് അതിനൊപ്പം നമുക്ക് ഫ്രീഡം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രീഡത്തിൽ നമ്മൾ ആവശ്യമില്ലാതെ കൈയിട്ട് വരുമ്പോഴത്തേക്ക് കർത്താവ് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ, ചില നോകളും ചില അടക്കലുകളും ചില തുറക്കലുകളൊക്കെ നടത്തുമായിരിക്കും ഉറപ്പായിട്ടും. അല്ല, ഈ കർത്താവ് തന്ന ഫ്രീഡം എന്ന് പറയുന്നത് പോലും മറിയത്തിന് കർത്താവ് ഫ്രീഡം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കന്യകയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അവൾ വേറൊന്ന് ചെയ്തു, കർത്താവ് എന്തിഷ്ടമാകുന്നു അതിന് സമർപ്പിക്കാൻ. അപ്പോൾ അമ്മയാകണമെന്ന് പറഞ്ഞപ്പം കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതിലല്ല പ്രാധാന്യമെന്ന്, കർത്താവ് അത് ഇഷ്ടപ്പെടുന്നത്. അപ്പം നമുക്ക് വാസ്തവത്തിൽ കർത്താവ് ഫ്രീഡം തന്നതെന്ന് വെച്ചാൽ മറ്റെല്ലാം തന്നിരിക്കുന്നത് പോലെ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകേണ്ടതിന് നമുക്ക് തന്ന ഒരു വളരെ വിലപ്പെട്ട വസ്തുവാണ് ഈ സ്വാതന്ത്ര്യം. കർത്താവെ, അത് അങ്ങയുടെ കരങ്ങളിലേക്ക് സുരക്ഷിതമായി ഏൽപ്പിക്കുന്നത്. എൻ്റെ ഇരുന്നാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകും. കൊച്ചു പിള്ളേരുണ്ടല്ലോ, അമ്മ ഇത് പൊട്ടിപ്പോകുമായിരിക്കും, അമ്മ തന്നെ വിളിച്ചു അലമാരി വെച്ചേരെ എന്ന് പറയുന്നത് പോലെ മനോഹരമായിട്ട് തിരിച്ചേൽപ്പിച്ചാൽ ദൈവം അത് പോക്കറ്റിലോട്ട് പോകുമൊന്നുമില്ല. പക്ഷേ അത് ഭംഗിയായി കൈകാര്യം ചെയ്യാൻ ദൈവം നമ്മളെ പഠിപ്പിച്ചു തരുമ്പോഴേ പൊട്ടിപ്പോവുകയല്ല, നിനക്ക് ഞാൻ അറിഞ്ഞു തന്നതാണ്, അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് മറിയത്തെ പോലെ നമ്മൾ മാറുക. ഈ യുണീക്നെസ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് ദൈവഹിതം അംഗീകരിക്കുക എന്നുള്ളതാണ്. അതാണ് യുണീക്നെസ്. നമ്മളിപ്പോൾ യുണീക്ക് ആവട്ടെ എന്ന്, പക്ഷേ ദൈവഹിതം അംഗീകരിക്കുക, അതനുസരിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ വ്യതിരക്തത അല്ലെങ്കിൽ അനന്യത എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ സമയപരിമിതി മൂലം നമുക്കിവിടെ പതുക്കെ ഇന്ന് ഈ അനന്യതയുടെ ഭാവം ചുരുക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് കിട്ടിയ കുഞ്ഞുങ്ങളും നമുക്ക് കിട്ടിയ കുടുംബവും നമുക്ക് കിട്ടിയ ജീവിത പങ്കാളിയെല്ലാം കർത്താവിന് പദ്ധതിക്കും കീഴില്ല. മാനസികമായിട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ അയ്യോ അത് വേണ്ടായിരുന്നു, കുറവായിരുന്നു, അപ്പുറത്തെ വീട്ടിൽ ഇച്ചിരി നല്ലതായിരുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ ഇച്ചിരി മെച്ചപ്പെടായിരുന്നു അപ്പുറത്തെ വീട്ടിൽ. നോ, കർത്താവ് ഒരിക്കലും തെറ്റുപറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അവനെ കർത്താവ്, ദൈവം നമ്മൾ വിളിക്കുന്നത്. വളരെ വ്യത്യസ്തനായ ഒരു കുഞ്ഞു വിശുദ്ധനെ കൂടി അവതരിപ്പിച്ചിട്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ധന്യനായ കാർലോസ് അക്യൂട്ടിസ്. ഈ പേര് നിങ്ങൾ ഒരിക്കലും കേട്ടാൻ സാധ്യതയില്ല. വെറും 15 വർഷം മാത്രം ജീവിച്ച് അടുത്ത കാലഘട്ടങ്ങളിൽ മരിച്ചുപോയ ഒരു കുഞ്ഞു വിശുദ്ധനായിരുന്നു. 1991 അവൻ ജനിച്ചത്. 15 വർഷം അവന് ജീവിക്കാൻ സാധിച്ചുള്ളൂ. ഞാനൊരു ഫോട്ടോ കണ്ട് കൊതി തോന്നി. നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുന്ന, ഷോർട്ട്സൊക്കെ ഇട്ട് ടീഷർട്ടൊക്കെ നല്ല ചുള്ളം വിശുദ്ധൻ. ലണ്ടനിൽ ജനിച്ച ഒരു സാധാ വിശുദ്ധനാണ്, ഒരു സാധാ വീട്ടിൽ ജനിച്ച. പക്ഷെ വളർന്നു വന്നപ്പോൾ ഒത്തിരി വ്യത്യസ്തങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഈ ജനറേഷനിലെ പിള്ളേരെയൊക്കെ പോലെ തന്നെ കമ്പ്യൂട്ടർ ഇഷ്ടപ്പെടുന്ന, ഗെയിംസ് ഇഷ്ടപ്പെടുന്ന, ഒത്തിരി കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള ഒരു കുഞ്ഞു വിശുദ്ധൻ. പക്ഷേ അവനെപ്പോഴും പേരൻസും അവനും ഒക്കെ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ദൈവിക കാര്യങ്ങൾ ശ്രദ്ധയിരുത്താനായിട്ട്. അതുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തെ, അവൻ്റെ കമ്പ്യൂട്ടറിലുള്ള ഭയങ്കര ആ ഒരു ഭ്രമത്തെ അവൻ വളരെ പോസിറ്റീവായിട്ട് ദൈവിക കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു. അവൻ്റെ 11ാം വയസ്സിലോ മറ്റോ തോന്നണം അവൻ ആദ്യത്തെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നത്. ഈ 15 വയസ്സിൽ അവന് ലുക്കേമിയ പിടിച്ച് മരിക്കുന്ന സമയത്ത് അവൻ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെപ്പറ്റി മാത്രം ചർച്ച ചെയ്യാനായി ഒരു വെബ്സൈറ്റ് സ്ഥാപിച്ചിരുന്നു. ഏകദേശം 5ഓളം വലിയ രാജ്യങ്ങളിൽ അവന് വെബ്സൈറ്റ് പലരും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതാണ് തമ്പുരാൻ നൽകിയ വ്യതിരക്തത. ഓരോ കുഞ്ഞിനെയും ഈ ഭൂമിയിലേക്ക്, അത് ചിലപ്പോൾ 5 ദിവസത്തേക്കായിരിക്കാം, 5 വർഷത്തേക്കായിരിക്കാം, 50 വർഷത്തേക്കായിരിക്കാം, പക്ഷേ ഓരോ കുഞ്ഞിനെയും ഈ ഭൂമിയിലേക്ക് കർത്താവ് തരുമ്പോൾ കൃത്യമായിട്ട് കർത്താവിനൊരു പ്ലാനുണ്ട്. ഈ വിശുദ്ധ അക്യൂട്ടിസിനെയൊക്കെ പോലെ 15 വർഷം ജീവിക്കാൻ പറ്റുള്ളതായിരിക്കും, പക്ഷേ 15 വർഷം കൊണ്ട് ജോർജേട്ടൻ പറഞ്ഞ ഒരു നിയോഗം ഈ ഭൂമിയിൽ എൻ്റെ അവതാര ഉദ്ദേശം പൂർത്തീകരിക്കാനുണ്ട്. അത് തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ പൂർത്തീകരിക്കപ്പെടേണ്ട ആദ്യ സ്റ്റെപ്പ് മാതാപിതാക്കളുടെ തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇതുവരെ മക്കളെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ, ജീവിത പങ്കാളിയെ പോലും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ, ജീവിത പങ്കാളിയൊക്കെ ഒന്ന് ബലത്തോടെ ചേർത്ത് പിടിച്ച് നമുക്കൊന്നിരുന്ന് പ്രാർത്ഥിക്കാം. വിവാഹമെന്ന കൂദാശയുടെ ആ വലിയ ദിവസത്തെ ഒന്നുകൂടി ഓർക്കാം. തമ്പുരാൻ എനിക്ക് വേണ്ടി അനാദിയിലെ കരുതി വെച്ച എൻ്റെ ജീവിത പങ്കാളി, മക്കള് ഉദരത്തിലുണ്ടായി എന്ന് പറഞ്ഞ ആ അറിഞ്ഞ നിമിഷത്തെ ഓർത്ത് നമുക്കൊന്നുകൂടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അവരുടെ മാമോദീസ ദിവസത്തേക്ക് ഒന്നുകൂടി ഓർക്കാം. ഗർഭാവസ്ഥയിലൊക്കെ ആയിരിക്കുന്നപ്പോൾ പോലും അവരെ വേണ്ട വിധം ശ്രദ്ധിക്കാനോ കരുതാനോ വേണ്ട പ്രാർത്ഥനകളും സ്നേഹമൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ
ഏതെങ്കിലും റിജക്ഷൻ ഫീലിങ്സ് ഒക്കെ മക്കളുടെ ഹൃദയത്തിൽ അന്നേ മുറിവുകളായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം മാതാപിതാക്കളെ നിങ്ങൾ അതൊന്ന് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ കരങ്ങൾക്ക് തമ്പുരാൻ സൗഖ്യത്തിന് ശക്തി നൽകുന്നുണ്ട്. ഈ ഭൂമിയിലേക്ക് നിങ്ങളുടെ മക്കളെ കൊണ്ടുവരാനായി തമ്പുരാൻ തിരഞ്ഞെടുത്ത നിങ്ങളുടെ കരങ്ങളാണ്. ആ കരങ്ങൾക്ക് ഈ നിമിഷം തമ്പുരാൻ സൗഖ്യത്തിന് വര നൽകുന്നു. നിങ്ങൾ ഈ നിമിഷം മക്കളുടെ തലകളിലേക്ക് കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം. ഇവരുടെ ജീവിത നിയോഗം എന്നും തിരിച്ചറിയാൻ വേണ്ടി, ആ നിയോഗം എന്ത് വില കൊടുത്തും ഈ ഭൂമിയിൽ പൂർത്തീകരിക്കാൻ വേണ്ടി, അത് എൻ്റെ ഇഷ്ടത്തിനെതിരാണെങ്കിലും തമ്പുരാനെ അത് സ്വീകരിക്കാനും അംഗീകരിക്കാനും അത് നിവർത്തിക്കാനും വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി ഈ നിമിഷം ഞങ്ങൾ ഒന്നു ചേർന്ന് ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഭൂമിയിലെ ഏറ്റവും നല്ല അമ്മേ, ഞങ്ങൾ വളർത്തുമ്പോൾ ഒത്തിരി കുറവുകളുണ്ട് അമ്മേ. അമ്മ വളർത്തുമ്പോൾ പൂർണ്ണതകൾ മാത്രമേ ഉള്ളൂ. പാപമേശാത്ത നിറവുകളുടെ അമ്മേ, അമ്മയുടെ നീല കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ച് എൻ്റെ മക്കളെ അവരുടെ ജീവിത നിയോഗങ്ങളുടെ തീരത്തെത്തിക്കണമേ എന്ന് വിനീതമായിട്ട് ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഒന്ന് ചേർന്ന് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇവിടെ സാധിക്കുമെങ്കിൽ ഒരു അല്പനേരം തിരുഹൃദയത്തിന് മുമ്പിൽ ഇരുന്നിട്ട് മക്കളുടെ ജീവിത നിയോഗം എന്തെന്നറിയാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് ഒരു നന്മ നിറഞ്ഞ മറിയുമെങ്കിലും ചൊല്ലിക്കൊണ്ട് ഈ ഒരു നിയോഗത്തിനുവേണ്ടി ഇന്നു മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. കർത്താവ് ഉറപ്പായിട്ട് വെളിപ്പെടുത്തി തരും. ആമേൻ.